കൊച്ചി കോർപ്പറേഷൻ മേയർ പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. മേയർ സ്ഥാനത്ത് നിന്ന് തഴഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കി ദീപ്തി മേരി വർഗീസ് രംഗത്തെത്തി. കെപിസിസി നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് ആരോപിച്ച കെപിസിസി പ്രസിഡന്റിന് കത്തും നൽകി. ആർക്കെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തട്ടെ എന്നും ദീപ്തി മേരി വർഗീസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. എനിക്കറിയില്ല യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ വന്നത് ഞാനിപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോഴാണ് അറിയുന്നത്. എന്നോട് ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. കോർ കമ്മിറ്റിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു. പക്ഷേ കോർ കമ്മിറ്റി ഇന്നിപ്പോൾ ഇത്രയും നേരമായിട്ടും വിളിച്ചില്ല. അതെന്താണെന്നുള്ളത് DCC പ്രസിഡന്റും അതിൻ്റെ ചാർജുള്ള ആളുകളും പറയട്ടെ. ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളത് KPCC പ്രസിഡന്റും ഉന്നത നേതാക്കളും ആലോചിക്കട്ടെ. എന്നെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല. ഞാൻ പരാതി കൊടുക്കുന്നതിനെക്കുറിച്ച് ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ആവശ്യം വന്നാൽ അത് കൊടുക്കും. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവുന്നതിന് മുമ്പ് കോർ കമ്മിറ്റി വിളിക്കുമെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞിരുന്നു. കോർ കമ്മിറ്റി എന്തായാലും വിളിച്ചിട്ടില്ല ഇന്ന്. ദീപ്തി മേരി വർഗീസിനെ പിന്തുണച്ച് മാത്യു കുഴൽനാടൻ MLAയും രംഗത്തെത്തി. എന്നാൽ പ്രവർത്തന പരിചയമാണ് മേയറെ തെരഞ്ഞെടുത്തതിലെ പ്രധാന ഘടകമെന്ന് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു. പാർട്ടിക്ക് എപ്പോൾ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ 2 ടേമായിട്ട് മേയർ പാർട്ടിക്ക് എപ്പോഴും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൊസീജിയർ പാർട്ടിക്കുണ്ട്. നമുക്കറിയാം നിരവധിയായിട്ടുള്ള ആളുകൾ ആഗ്രഹക്കാരുണ്ട്. സ്വാഭാവികമായും നമ്മളെല്ലാവരോടും സംസാരിക്കണം. അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് നമ്മൾ ഐക്യത്തോട് കൂടിയിട്ടുള്ള തീരുമാനം. നമ്മളങ്ങനെ ഒരു ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിമാരെ അല്ലെങ്കിൽ ഏകപക്ഷീയമായി മേയർ ഡെപ്യൂട്ടി മേയർ ആളുകളെ തീരുമാനിച്ചതല്ലല്ലോ. നമ്മളെല്ലാവരോടുമായി സംസാരിച്ചതിന് ശേഷമാണ് അത്തരത്തിലുള്ള തീരുമാനം. എല്ലാ നേതാക്കന്മാരോടും ചെറുതും വലുതുമായ ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരോടും എല്ലാവരോടും സംസാരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക. പരിഗണിക്കാത്തതിൽ അതൃപ്തി അറിയിച്ച് മുസ്ലിം ലീഗും രംഗത്തെത്തി. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ 2 ടേമായിട്ട് മേയറും 2 ടേമായിട്ട് ഡെപ്യൂട്ടി മേയറേയും തീരുമാനിച്ചുവെന്ന് പ്രഖ്യാപിക്കുകയും കത്ത് കൊടുക്കുകയും ചെയ്തതിന് ഞങ്ങൾക്കതിനകത്ത് പ്രതിഷേധം. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് ഒരു ക്ലെയിം ഇവിടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തുണ്ട്. അത് ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഇത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുന്നതിനായി നാളെ ഞങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃയോഗം നാളെ ഞങ്ങളിവിടെ കൂടുന്നുണ്ട്. ജില്ലാ ഉദ്യോഗസ്ഥർ ശരിയായ പ്രവണതയല്ല, അതിനോട് യോജിക്കാൻ പറ്റില്ല. ഒരു മുന്നണി സംവിധാനത്തിൽ എപ്പോഴും മാന്യത കാണിക്കും. ഞങ്ങൾക്ക് അവകാശപ്പെട്ട ക്ലെയിം അല്ലാതെ ഒന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ആക്ഷേപം ഞങ്ങൾക്ക്. മേയർ പദവി VK മിനിമോളും ഷൈനി മാത്യുവും 2.5 വർഷം വീതം പങ്കിടാനാണ് നിലവിലെ ധാരണ. ദീപക് ജോയ്, KVP കൃഷ്ണകുമാർ എന്നിവർ ഡെപ്യൂട്ടി മേയർ പദവിയും പങ്കിടും. മുബഷീർ P. അക്ബർ വിശദാംശങ്ങൾ നൽകും. മുബഷീർ, പറഞ്ഞുറപ്പിച്ചു വെച്ചിരുന്ന മേയർ പദവി ലഭിക്കാത്തതിലെ കടുത്ത അതൃപ്തി അത് പരസ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു ദീപ്തി മേരി വർഗീസ്. ഒപ്പം KPCCക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസിലെ നേതാക്കന്മാർ 2 തട്ടിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏത് തരത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്? ഒപ്പം ഈ ഡെപ്യൂട്ടി മേയർ പദവിയെ ചൊല്ലിയുള്ള ലീഗിന്റെ അതൃപ്തി അതെങ്ങനെ? കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം തുടരുകയാണ്. KPCC ജനറൽ സെക്രട്ടറിയുള്ള ദീപ്തി മേരി വർഗീസിന്റെ പേര് അവസാന ഘട്ടത്തിൽ വെട്ടിയതാണ് ഇപ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. KPCC മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടൊരു നീക്കം DCC നടത്തിയെന്നുള്ളതാണ് ദീപ്തി മേരി വർഗീസ് ആരോപിക്കുന്നത്. കോർ കമ്മിറ്റി യോഗം ചേരാതെ KPCC ഭാരവാഹിത്വം ഉണ്ടെന്ന പരിഗണന പോലും കണക്കാക്കാതെയുള്ളൊരു നീക്കം DCC നടത്തിയെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. KPCC നേതൃത്വത്തിന് ദീപ്തി പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ദീപ്തി മേരി വർഗീസിന്റെ പ്രവർത്തന ശൈലിയോട് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ലെന്ന ജില്ലയിലെ തന്നെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് അവസാന ഘട്ടത്തിൽ KV മിനിമോളെ മേയറാക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. 2ാം ഘട്ടത്തിൽ ഷൈനി മാത്യുവിനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലപാട് കടുപ്പിക്കാൻ തന്നെയാണ് ദീപ്തി മേരി വർഗീസിന്റെ തീരുമാനം. നാളെ അവർ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ദീപ്തി മേരി വർഗീസിന് പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെ ചൊല്ലി മുസ്ലിം ലീഗും അതിർത്തി പരസ്യമാക്കി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ നിലപാട് പറയുമെന്നുള്ളതാണ് ലീഗ് നേതൃത്വം അറിയിക്കുന്നത്. മുബഷീർ P. അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്.